വെൽക്കം ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദി നെറ്റോസ്. പുതിയതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ആൻഡ് ദിസ് ഈസ് സൺഡേ മോർണിംഗ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിച്ചപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് സേമിയയും കൂടെ ഫ്രീ കിട്ടിയിരുന്നു. അപ്പോൾ അത് ഇന്ന് രാവിലെ എടുത്ത് ഉപ്മാവ് ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. ഉപ്മാവ് അങ്ങനെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ക്യാരറ്റും ബീൻസും ഒക്കെ ഇരിപ്പുണ്ട്, അതെല്ലാം കൂടെ അരിഞ്ഞ് ഇത്തിരി തേങ്ങയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി. ഞാൻ ആദ്യമായിട്ടാണ് സേമിയ വെച്ച് ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ഞാൻ 2-3 വീഡിയോസൊക്കെ പോയി നോക്കി എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന്. സേമിയ പായസമൊന്നും എന്തായാലും ഞാൻ വെക്കത്തില്ല, അത്രയും ഞാൻ എന്തായാലും മെനക്കെടത്തില്ല. പായസം കുടിക്കണമെന്ന് തോന്നിയാലും നമ്മൾ കിറ്റൊക്കെ മേടിച്ചങ്ങ് ഉണ്ടാക്കാറാണ് പതിവ്. അങ്ങനെ 2-3 റെസിപ്പി നോക്കിയിട്ട് ഞാൻ ഒരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഇംപ്രവൈസേഷൻസ് ഒക്കെ വരുത്തുന്നുണ്ട് കേട്ടോ. ക്യാരറ്റിൻ്റെ കൂടെ ബീൻസ് അല്ല ആക്ച്വലി ഇരിക്കുന്നത്, മറ്റേ 10 മണി പയറാണ്. നിലു ഇപ്പം എണീറ്റ് വന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മ അമൃതം ഒന്ന് ചൂടാക്കി അവന് കുടിക്കാനായിട്ട് കുപ്പിയിലെടുത്തു. അപ്പോൾ അവന് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മതി ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ക്യാരറ്റും നല്ല ചെറുതായിട്ട് കുനുകുനാ അരിഞ്ഞെടുത്തു. പിന്നെ നമ്മുടെ ആ പയറും. ഞാൻ ബീൻസ് മേടിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ പയറാണ് മേടിക്കാറുള്ളത്. അതും നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ അമ്മയടുത്ത് തിരികെ തരാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ തിരുകുന്നുണ്ട്. ഒരു അര സവാളയും കൂടെ ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകില്ല, കാന്താരി മുളകേ ഉള്ളൂ, അതുകൊണ്ട് ഒരു 2 കാന്താരി മുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ കുറച്ച് ഇഞ്ചിയും നല്ലപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ട് അതും അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് കടായി അങ്ങോട്ട് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട്. ഇനി അത് രണ്ടും അങ്ങോട്ട് നല്ല രീതിക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി. വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടില്ല. ഇതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് മൂത്ത് ആ പച്ചമണം, ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഈ സേമിയയുടെ പാക്കറ്റിൽ എഴുതിയിരുന്നത് നെയ്യിൽ വറുത്ത സേമിയാന്നോ അതോ വറുത്ത സേമിയാന്നോ അങ്ങനെ എന്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ബ്രൈറ്റ് അല്ലാത്ത ഒരു മുരിഞ്ഞ കളറായിരുന്നു ഓൾറെഡി അതിന്. എണ്ണയിൽ സേമിയ ഒന്ന് വഴറ്റി അതങ്ങോട്ട് സൈഡിലോട്ട് ഒതുക്കിയിട്ട് നടുക്ക് തെളിഞ്ഞ് വന്ന എണ്ണയുടെ മീതേക്ക് പച്ചക്കറികളും പിന്നെ നമ്മളിപ്പോൾ അമ്മ തിരികെ തന്ന ആ ഒരു പിടി തേങ്ങയും ഇട്ടു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഞാൻ കണ്ട പല റെസിപ്പികളിലും ഇതിനെ ഗരം മസാലയും പെപ്പറും ഒക്കെ ഇട്ട് ഒരു ന്യൂഡിൽസ് വൽക്കരിക്കാനായിട്ടുള്ളൊരു ശ്രമം പോലെ എനിക്ക് തോന്നി. എനിക്ക് ഉപ്പുമാവ് എന്ന് പറയുന്ന നമ്മൾ റവയിൽ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ ഇൻഗ്രീഡിയൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും ചേർക്കാനായിട്ട് എനിക്ക് മനസ്സുകൊണ്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പൊടികളെല്ലാം ഒഴിവാക്കി. ഇതിലിപ്പോൾ ഒരു പൊടിയും ഇട്ടിട്ടില്ല. അങ്ങനെ അത് കുറച്ച് വെള്ളം ഒഴിച്ചു. നെല്ല് വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് വേവാനായിട്ട് മാറ്റി വെച്ചു. ബാക്കി ഉണ്ടായിരുന്ന പയറും ക്യാരറ്റും ഞാൻ ചെറുതായിട്ട് തന്നെ നുറുക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ മേടിച്ചപ്പോഴത്തേക്ക് സൺഡേ ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അപ്പോൾ ഫ്രൈഡ് റൈസിലേക്ക് പച്ചക്കറികൾ വേണമല്ലോ, അതിനും ഈ പച്ചക്കറികൾ തന്നെയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രിഡ്ജിൽ ഇനി പച്ചക്കറി എന്ന് പറയാൻ കുറച്ച് പച്ചക്ക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ദിവസത്തെ തോരനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി അങ്ങ് അരിഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കും കുക്കുവിനും നിലുവിനുമായിട്ടുള്ള ഫുഡ് എടുത്തു. കുക്കു സാറും രാവിലെ എണീറ്റ് പാല് കുടിച്ചിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഫോൺ കാണുകയോ മറ്റോ ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി കേട്ടോ. അമ്മയും കുക്കു സാറും കൂടെ ഒരു കല്യാണത്തിൽ പോയി. കല്യാണത്തിൽ പോയപ്പോൾ കുക്കു 3-4 പ്രാവശ്യം ഐസ്ക്രീം മേടിച്ച് കഴിച്ചു വന്നു. അങ്ങനെ അമ്മ വന്നപ്പോൾ പറയുക, വീഡിയോസ് കാണുന്ന ആരോ ആണെന്ന് തോന്നുന്നു. കുക്കു പിന്നെ ഐസ്ക്രീമിന് ചെന്നപ്പോഴത്തേക്ക് ആ നിന്ന ചെക്കൻ പറഞ്ഞു, നിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഒരുപാട് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ ജലദോഷം വരുമെന്ന്, അതുകൊണ്ട് ഇനി തരത്തില്ല, ഇത് ലാസ്റ്റാണെന്ന്. ഞാൻ കുക്കു വന്നപ്പോൾ ചോദിച്ചു, മോനെ അത് ഏത് ചേട്ടനാ അങ്ങനെ പറഞ്ഞോന്ന്. അപ്പോൾ അവൻ പറയുക, അമ്മ അത് എൻ്റെ അടുത്ത് മാത്രമല്ല പിന്നെയും വാങ്ങിക്കാൻ വരുന്ന എല്ലാ പിള്ളേരുടെ അടുത്തും ആ ചേട്ടൻ അങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന്. ഐസ്ക്രീം ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് തടയാനായിട്ട് പുള്ളി ഒരു നമ്പർ ഇറക്കിയതാണ്. അമ്മ അത് എൻ്റെ കൂടെ പഠിച്ച ആരോ ആണെന്നോ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നൊക്കെയാണ് വിചാരിച്ചേക്കുന്നത്. 2 ഗ്ലാസ് തിരിച്ചു വെക്കാനുള്ള പെടാപ്പാണ് നിങ്ങളാ കാണുന്നത്. വെള്ളം അവനും കുക്കുവിനും തനിയെ വന്ന് എടുത്തു കുടിക്കാനാണ് ഞാൻ ഗ്ലാസ് എല്ലാം ഈ ഒരു ടേബിളിൽ ട്രെയിൽ വെച്ചേക്കുന്നത്. ഇവിടെ വന്നിട്ട് ആ കസരയിലെ പാട് കണ്ടോ, അതിലോട്ട് വലിഞ്ഞു കയറിയിട്ടാണ് അവൻ പ്യൂരിഫയറിന് വെള്ളം എടുക്കുന്നത്. ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ അതിലൊന്നും ഇമാതിരി പരിപാടിയൊന്നും ചെയ്യത്തില്ല. അതൊക്കെ ആരെങ്കിലും എടുത്ത് എറിയാനാണ് അവൻ ഉപയോഗിക്കുന്നത്. ഗ്ലാസ് വെച്ച് ഇപ്പോൾ അവൻ പിരമിഡ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അമ്മയ്ക്കായിട്ട് ഞാനൊരു പാത്രത്തിൽ ഉപ്മാവ് എടുത്തിട്ട് അതിൽ കുറച്ച് ഷുഗർ ഇട്ടാട്ടോ കഴിച്ചത്. വെറുതെ കഴിക്കാൻ തോന്നിയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു ഷുഗർ ഇട്ട് കഴിച്ചപ്പോൾ. എടുത്ത് വെച്ചിട്ടുണ്ട്. ആളെന്തോ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ കൊല്ലത്ത് ഈ പൊലിവിൻ്റെ പരിപാടി ഉണ്ടല്ലോ, പിരിവ് എന്ന് ബേസിൽ ജോസഫ് പറയുന്ന സംഭവം. അപ്പോൾ എന്തോ ഒരു ചടങ്ങുണ്ട്, അപ്പോൾ അതിന് എത്രയാണ് ഇങ്ങോട്ട് കിട്ടിയതെന്നൊക്കെ ആ ബുക്കിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ആ പാത്രമൊക്കെ കഴുകി ഒതുക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടിക്കായിട്ട് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചത് ഉപ്പും ഇത്തിരി വെള്ളവും ചേർത്ത് വേഗം വെച്ചിട്ടുണ്ട്. ഈ ഒരു യെല്ലോ കടായിൽ തന്നെയാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ആ കടായി ഞാൻ കഴുകിയെടുക്കാറുള്ളത്.
കാപ്പി ഇനിയും കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ കാപ്പീൻ്റെ റെഡിയാക്കി. സ്ഥിരം കണ്ടുവരുന്ന ക്ലീഷേ കോഫി മഗ്ഗെല്ലാം മടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു സോഡിയാക് സൈനിൻ്റെ. അതിലങ്ങനെ വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഒരു ചേഞ്ച്, ഒരു വെറൈറ്റി അതിന് വേണ്ടിയിട്ട്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നോക്കിയാൽ ഇതിൻ്റെ പല സൈൻസിലുള്ളത് കിട്ടും. അതായത് നമ്മുടെ സോഡിയാക് സൈൻ ഏതാണോ അതിനനുസരിച്ചുള്ളത് അവൈലബിൾ ആണ്. കളേഴ്സ് വൈറ്റും ബ്ലാക്കും ഒക്കെ കിട്ടും. ഒരു സമയത്ത് ഈ ടെഡി ബിയറും ലവിൻ്റെ സൈനൊക്കെ ഉള്ള കോഫി മഗ്സൊക്കെ ഒരു ക്രേസായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. എത്രത്തോളം സിമ്പിളാക്കാവോ അങ്ങനെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഫ്രൈഡ് റൈസിനുള്ള അരി നമ്മുടെ ആ പുതിയ കലത്തിലെ സ്റ്റിക്കറെ ഞാൻ ഉരിക്കാൻ നോക്കിയപ്പോൾ അത് ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ ഉരിഞ്ഞു വരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റേതായ സമയത്ത് ഉരിഞ്ഞു വരട്ടെ എന്ന്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചളുങ്ങിയ പാത്രങ്ങളൊക്കെ കൊടുത്ത് ഞാൻ മേടിച്ച കലവാട്ടോ ഇത്. വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ ലുക്കിൽ, അതായത് എൻ്റെ കിച്ചൻ്റെ ലുക്കിൽ ഞാൻ കുറച്ചധികം കോൺഷ്യസ് ആണ്. അപ്പോൾ ഒരുവിധം ചളുങ്ങിയതും വക്ക് പൊട്ടിയതും അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഞാനിങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മുടെ ജംഗ്ഷനിൽ തന്നെ ഉള്ളൊരു പാത്രക്കടയുണ്ട്. അമ്മയായിട്ടാണ് ഈ ടെക്നിക്ക് എനിക്ക് പറഞ്ഞു തന്നത്. അന്ന് മുതൽ ഇതാണ് എൻ്റെ പരിപാടി. അങ്ങനത്തെ കുറേ പാത്രമാകുമ്പോൾ ഞാൻ അവിടെ കൊണ്ട് കൊടുത്തിട്ട് പകരം ഏതെങ്കിലും ഒരു പാത്രം മേടിക്കും. ഒരു 10-200 രൂപയൊക്കെ ചിലപ്പോൾ കയ്യിൽ നിന്ന് അങ്ങോട്ടാവും കേട്ടോ. അങ്ങനെ അരിക്ക് മീതെ വെള്ളം വെച്ചിട്ട് കൈമ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉപ്പും കുറച്ച് നെയ്യും ഒരു ബേ ലീഫും ഒരു ഏലക്കയും 2 ഏലക്ക എടുത്തോന്ന് തോന്നുന്നു, 2 ഏലക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞ കല്യാണമേ അത് ഹിന്ദുസിൻ്റെ കല്യാണം ആയതുകൊണ്ട് അമ്മയ്ക്കൊരു നാരങ്ങ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അര നാരങ്ങ എടുത്ത് ഞാൻ ഈ അരിയുടെ മീതേക്ക് ഒന്ന് ഒഴിച്ചു. അല്ലെങ്കിൽ ഇത്തിരി വിനിഗർ ഒഴിച്ചാലും മതി. അപ്പോൾ അരി തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് കിട്ടും. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഫ്രീസറിൽ നിന്ന് രാവിലെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. അതിപ്പോൾ ഒരുവിധം അല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കാൻ പാകത്തിന്. അന്നേ ഈ ഫ്ലഷി ആയിട്ടുള്ള പീസ് മാത്രം മാറ്റി വെച്ചതുകൊണ്ട് ഇപ്പോൾ കട്ട് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു പീസിൻ്റെ സൈഡിൽ ഇത്തിരി എല്ലുണ്ടായിരുന്നു. നമ്മുടെ കത്തി അടിപൊളിയായതുകൊണ്ട് നല്ല രീതിക്ക് അത് മുറിഞ്ഞു വന്നു. അങ്ങനെ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് അത് ഞാൻ മുറിച്ചെടുത്തു. ആ ഒരു പാത്രത്തിൽ ഇനിയിപ്പോൾ മാരിനേറ്റ് ചെയ്ത് നടക്കത്തില്ല, എല്ലാം താഴെ പോകുമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് ചിക്കൻ മാറ്റി. ഇനി മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയാണ് വേണ്ടത്. ചില്ലി ചിക്കന് നമ്മൾ ആദ്യം ഇതൊന്ന് പൊരിച്ചെടുത്തിട്ടാണ് പിന്നെ കറി വെക്കുന്നത്. ഒരു എഗ്ഗും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഒരു കോട്ടിംഗ് പോലെ ഒരു ടേസ്റ്റിലും ഒരു ചെറിയ വ്യത്യാസം കിട്ടും. പ്ലെയിനായിട്ട് പൊരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എഗ്ഗും ഒക്കെ ആയിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റോളം മാറ്റി വെച്ചേക്കാം. അപ്പോഴത്തേക്ക് അരി ഒന്ന് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഫ്രൈഡ് റൈസ് കൊളോക്കലി ഫ്രൈഡ് റൈസ് കുളമാവും. അപ്പോൾ അധികം വേവുന്നതിന് മുമ്പ് തന്നെ ഇത് അടച്ചിടണം. പോരാത്തതിന് ഈ വെള്ളം മൊത്തം ഞാൻ ഊറ്റി കളയേണ്ടത് കൊണ്ട് ഇത് അടച്ചിടുന്ന അത്രയും സമയത്തും കലത്തിനുള്ളിലെ ചൂടുകൊണ്ട് ഈ അരി വീണ്ടും വെന്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 70% വേവ് ആയാൽ നമുക്കിത് നിർത്താം. എന്നിട്ട് നമുക്കിതങ്ങ് അടച്ചിടാം. ഇനി ആ വെള്ളം മൊത്തം വറ്റുന്ന ആ ഒരു ടൈമിൽ അത് കറക്റ്റ് അതിൻ്റെ പാകമായിട്ടുണ്ടാവും. ഞാൻ അടച്ചിട്ടപ്പോഴത്തേക്ക് എനിക്കൊരു ടെൻഷൻ, ഇതെങ്ങനെ ചരിഞ്ഞ് വീഴുമോയെന്ന്. സാധാരണ എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ ഇല്ലാത്തതാണ്. ഇന്ന് എന്തോ അങ്ങനെ തോന്നി. ആദ്യമായിട്ടാണ് ഞാൻ ഉരലിൻ്റെ ആ ഒരു ഇതെടുത്ത് അവിടെ ഒരു സ്റ്റാൻഡ് പോലെ വെക്കുന്നത്, വീണാലോ എന്ന് ഓർത്തിട്ട്. എന്നിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കുറച്ച് നേരം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു പരിപാടിയായിട്ട് പോയിരുന്നു. പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മുടെ എഡിറ്റിങ് അതായിട്ട് പോയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. മുട്ടയുള്ളത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു പിസ്സ പോലെ ഇങ്ങനെ കിട്ടും കേട്ടോ. മൊത്തത്തിൽ ഒട്ടിപ്പരണ്ടിങ്ങ് കിട്ടും. തിരിച്ചിടുന്ന സമയത്ത് അതങ്ങ് മാറിക്കോളും. ഇത്തവണ ക്വിക്സയിൽ പോയപ്പോൾ ഞാൻ ക്യാപ്സിക്കം മേടിച്ചത് യെല്ലോയും റെഡും ആണ് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്തുള്ള കടകളിലൊക്കെ ഗ്രീനേ കിട്ടത്തുള്ളൂ, ഈ കളറിലുള്ളത് കിട്ടത്തില്ല. അവിടെ പോയി ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് മേടിച്ചതാണ്. വില കുറച്ച് കൂടുതലാണ്. മനസ്സിൽ ഒരു ദിവസം ഒരു പാസ്ത ഉണ്ടാക്കണം, ചില്ലി ചിക്കനും ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ, അത്രയും നമുക്കിപ്പോൾ വേണ്ട. അപ്പോൾ പാസ്തയ്ക്കായിട്ട് രണ്ട് കളറും ഇരുന്നോട്ടെ എന്ന് കരുതി രണ്ടെന്നും പകുതി മുറിച്ച് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചു. എന്നിട്ട് ബാക്കി പകുതി നല്ല രീതിക്ക് അങ്ങ് ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഒരു 2-3 സവാളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ വേണം. പച്ചമുളക് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കിപ്പോഴും കാന്താരി തന്നെ എടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട്, സവാളയും ക്യാപ്സിക്കവും വലുതായിട്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു ഇത്തിരി വലിയ സ്ക്വയർ ഷേപ്പിലാണല്ലോ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുന്നത്. അതിനിടയിൽ തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മുരിഞ്ഞായിരുന്നു. ഞാൻ അതിൻ്റെ സൈഡൊന്ന് തിരിച്ചിട്ടു. വെളുത്തുള്ളി ഓരോ അല്ലിയും ഞാൻ 2ആയിട്ടേ മുറിച്ചുള്ളൂ. അത് കൈവച്ച് തന്നെ അങ്ങ് മുറിച്ചെടുത്തു. പിന്നെ ഇഞ്ചി കുറച്ച് നീളത്തിലുള്ള പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് സവാള വലിയ സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞു. ചില്ലി ചിക്കൻ്റെ അകത്ത് സവാള കുറച്ചിങ്ങനെ വിട്ട് കിടക്കണമല്ലോ. നമ്മൾ സാധാ അരിയുന്നത് പോലെ അരിഞ്ഞങ്ങോട്ട് ഇട്ടാൽ അത് പെട്ടെന്ന് അങ്ങനെ സെറ്റ് ആവത്തില്ല, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ അരിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന കണക്ക് ഒന്ന് സ്പീഡിന് കുറച്ച് പീസസ് ഇളക്കിയിട്ടിരുന്നു.
ആലൻ വീട്ടിലുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചില്ലി ചിക്കനൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ക്രോസ് ആയിട്ട് അങ്ങ് വെട്ടിവിടും. എന്നിട്ട് ഒരു ബേസിൻ്റെ അകത്ത് കൊണ്ട് ആലൻ്റെ കയ്യിൽ കൊടുക്കും. അവിടെ ഇരുന്ന് പതുക്കെ അതിങ്ങനെ ഇളക്കി തരും. എന്നിട്ട് ക്യാപ്സിക്കവും ഞാൻ സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തു. ഈ തരിയും ഈ സൈഡും ഒക്കെ അങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. എനിക്ക് അതിൻ്റെ അകത്ത് അങ്ങനെ അതിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചയ്ക്കോ ടേസ്റ്റിനോ രുചിക്കോ കാഴ്ചയ്ക്കോ രുചിക്കോ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്തിരിയൊക്കെ അരിയൊക്കെ അതിൻ്റെ അകത്ത് ഇരുന്നാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഇതെങ്ങനെ എണ്ണയിൽ വഴറ്റിയൊന്നും ഞാൻ സെറ്റ് ചെയ്യാറില്ല കേട്ടോ. ഇതുപോലെ ചോറാക്കിയിട്ട് പച്ചക്കറികൾ വേവിച്ചതും കൂടെ ചേർത്ത് കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കും. നട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് നെയ്യിലൊന്ന് വഴറ്റി നട്ട്സ് ആഡ് ചെയ്യും. ഇല്ല എങ്കിൽ ഇത്രയേ ഉള്ളൂ, എൻ്റെ ഫ്രൈഡ് റൈസ് റെഡിയാണ്. മുട്ട ചിക്കിയതൊക്കെ ഇതിൻ്റെ അകത്ത് ചേർത്താൽ രുചിയാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് മന്ദൻ്റെ അല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ നോൺ വെജ് ഒന്നും അധികം അങ്ങനെ വലിയ ചിലവുകളൊന്നും ഇല്ലാതെ പോട്ടെ എന്ന് കരുതിയിട്ട് എഗ്ഗ് നമുക്ക് ഇരുന്നാലും ഒരു ദിവസം ലഞ്ചിന് എടുക്കാമല്ലോ. പിന്നെ കഴിക്കാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, ഗസ്റ്റ് ഒന്നും ഇല്ലല്ലോ. ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഒലിവ് ഓയിലും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ചില്ലി ചിക്കൻ്റെ ഒരു തിക്നെസ് ഒക്കെ വരാനായിട്ട് ഒലിവ് ഓയിൽ ഒഴിച്ചാൽ അത് നടക്കും കേട്ടോ. ഒലിവ് ഓയിൽ നമുക്ക് എല്ലാ ഡിഷസിലും യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ പറ്റുന്നതിലൊക്കെ ഞാൻ അങ്ങനെ ചേർക്കാറുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതാണ് ആദ്യം ഇട്ട് കൊടുത്തത്. അതൊന്ന് മുരിഞ്ഞ് വന്നപ്പോഴത്തേക്ക്, അത്രയും മുരിയാൻ പാടില്ലായിരുന്നു, ഇത്തിരി മുരിഞ്ഞു പോയി. സവാള ആഡ് ചെയ്തു. സവാള വഴന്ന് വന്നിട്ട് ക്യാപ്സിക്കം ലാസ്റ്റേ ആഡ് ചെയ്യാവുള്ളൂ. അതായത് നമ്മൾ മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്. ഒരുപാട് അങ്ങ് കലങ്ങി വെന്ത് പോകും അല്ലെങ്കിൽ. അപ്പോൾ സവാളയൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ ക്യാപ്സിക്കവും തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് സോയാ സോസും ആവശ്യത്തിലധികം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു. കെറ്റിലിൽ കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ചേർക്കാനായിട്ട്, അതും ചേർത്ത് കൊടുത്തു. തിള വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം. ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ആണ് വെള്ളത്തിൽ കലക്കി സാധാരണ ഒഴിക്കാറുള്ളത്. ഇവിടെ കോൺഫ്ലവർ ഞാനിങ്ങനെ മേടിക്കത്തില്ല. ഞാൻ മൈദയാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കിയതും പിന്നെ കുറച്ചുകൂടെ വെള്ളം കെറ്റിൽ നിന്നും കൂടെ ചേർത്തു. എന്നിട്ടിതിങ്ങനെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് സിം തീയിൽ വേവിച്ചെടുക്കാം. യൂഷ്വലി ഈ ചൈനീസ് ഡിഷസിലൊന്നും നമ്മൾ തീ കുറച്ച് വെക്കാൻ പാടില്ല എന്നാണ് ഷാൻജിയോ ചേട്ടനൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്ത് തീരുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. പൊടി കരിയുന്നെങ്കിൽ മാത്രം കുറയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്കെന്നല്ല, നമ്മൾ ഈ കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കുറഞ്ഞ തീയിൽ അടച്ച് വെച്ച് വേവിച്ച് അതൊരു ശീലമായിപ്പോയി. അങ്ങനെ അങ്ങ് വേവണം എന്നുള്ളത്. ലഞ്ചൊക്കെ റെഡിയായ സ്ഥിതിക്ക് നമുക്കത് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കാം. ഇവിടുന്ന് പിന്നെ ഇങ്ങോട്ട് സെർവ് ചെയ്തെടുത്ത് കഴിച്ചാൽ മതിയല്ലോ. മാറ്റ് ഞാൻ ഇവിടെ അങ്ങനെ വെക്കാറില്ല. ഒരു ക്ലംസി ഫീലിംഗ് ആണ്. അതുകൊണ്ട് അത് ഫ്രിഡ്ജിൻ്റെ മേളിൽ തന്നെ വെച്ചിരിക്കും. കഴിക്കാൻ നേരം മാത്രം ഇവിടെ എടുത്തിട്ട് പിന്നെ തിരികെ അങ്ങ് കൊണ്ടുവയ്ക്കും. ഇനി ഗ്യാസ് ടോപ്പും ഈ കൗണ്ടർ ടോപ്പും ഒക്കെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. എൻ്റെ കയ്യിലുള്ളത് പുൽത്തൈലവും ഡെറ്റോളും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ലിക്വിഡാണ് കേട്ടോ. ഈച്ച നിർമ്മാർജ്ജനം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രോസസ്സാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഈച്ച പിന്നെയും വന്നോളൂ. പിന്നെ ഇതിപ്പോൾ ഒരു വീക്ക്നെസ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ലൈം സോഡ കുടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ടാങ്കിൻ്റെ പൗഡർ ഇപ്പോൾ മേടിക്കുമ്പോൾ ഞാൻ ലെമണാണ് മേടിക്കുന്നത്. അത് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത കല്യാണത്തിൽ നിന്ന് കിട്ടിയ ഒരു നാരങ്ങയില്ലേ, അതിൻ്റെ ബാക്കി പകുതി ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്തു. എന്നിട്ട് കുപ്പിയിൽ നമ്മുടെ ലൈം സോഡ ഉണ്ടാക്കി അത് നേരെ കൊണ്ടങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു. ലൈം ജ്യൂസ് കുറച്ചൊക്കെ ഇവിടെ വീണിരുന്നു കേട്ടോ. അപ്പോൾ ഈച്ച തിരികെ വരും. അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. 2 പേരും അപ്പുറത്ത് സേറമോളുടെ വീട്ടിൽ കളിക്കാൻ പോകുന്നു പറഞ്ഞ് പോയേക്കെയാണ്. ഞാൻ വിളിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ കടൽ ഓഫ് ദ ഡേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്കങ്ങനെ നിന്നെടുക്കാൻ പറ്റിയില്ല. തീരദേശ റോഡ് വികസനവും പണിയും ഒക്കെ ഏതാണ്ട് ഇവിടം വരെ പുരോഗമിച്ചു. ഈ ഓടി വരുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്തോട്ടാണ് ഓടി വരുന്നതെന്ന്. എൻ്റെ അടുത്തേക്കല്ല ഓടി വരുന്നത്. ആലൻ്റെ കസിൻ ആൽവിൻ, ജാക്കി എന്ന് വിളിക്കുന്ന ആൽവിൻ അവിടെ നിൽപ്പുണ്ട്. അവിടെ നിന്ന് അവൻ മുന്തിരി എന്ന് വിളിച്ചു. ആ വിളിയും കേട്ടോണ്ടാണ് ഓടി അങ്ങോട്ടേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ പാടുപെടണം. അങ്ങനെ ഒരു വിധത്തിൽ ജാക്കി ജോലിക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വിളിച്ചപ്പോഴത്തേക്ക് ബോൾ ലില്ലിയംച്ചിയുടെ വീടിൻ്റെ മുന്നിൽ കിടക്കും. അതെടുക്കണം എന്ന് പറഞ്ഞു. നീലോ ചോച്ചി കഴിക്കാൻ പോന്നു അല്ലേ? പറ. ഞാൻ നിലുവിനെ അതിലേ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഒരാൾ മതിൽ ചാടി വന്ന് വിശപ്പ് കൊണ്ട് തനിയെ ഫുഡൊക്കെ എടുത്തു കേട്ടോ. ഇത് അടവാണ്. ഒരുപാട് ചോറ് കഴിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ബൗളിൽ ഇച്ചിരി ചോറും ചില്ലി ചിക്കനും. നിലു ഇത് കഴിക്കത്തില്ല. ഈ റൈസ് അവൻ കഴിക്കത്തില്ല. ബിരിയാണിയും മന്തിയും ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ അവന് ഞാൻ സേറമോളുടെ വീട്ടിൽ നിന്ന് ഒരു ബൗളിൽ ചോറ് മേടിച്ചു. അവിടെയാണെങ്കിൽ ചോറ് വാർത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ചൂട്. അങ്ങനെ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് കട്ടത്തൈരും ഉപ്പും കൂടി ഇട്ടു. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രീതിക്ക് കഴിച്ചോളും. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ഫോഴ്സ് ചെയ്യണ്ട. കണ്ടം പൂച്ചയൊന്നും കളിക്കാതെ തന്നെ ആ വായ ഇങ്ങനെ തുറന്നു വരും. തൈരും ഉപ്പുമാണ് കൊടുക്കുന്നതെങ്കിൽ.
കുക്കുസാറ് ടി വിയിൽ 2 ആൾക്കാർ മണ്ണിൻ്റെ അടിയിൽ വീടുണ്ടാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഫേക്കാണെന്ന് അവന് കഴിഞ്ഞ ദിവസം മനസ്സിലായത്രേ. അവർ കുറച്ച് ഇല ഇങ്ങനെ ഇടിച്ചിട്ട് അതിന്ന് പച്ച കളർ വരുമ്പോൾ അത് വെച്ചിട്ട് ആ മണ്ണിനടിയിലുള്ള വീട് പെയിൻ്റ് അടിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൻ കുറച്ച് ഇല എടുത്ത് ഇടിച്ച് നോക്കിയിരുന്നു. അപ്പോൾ അതുപോലെ പെയിൻറ്റിൻ്റെ കളറൊന്നും വന്നിട്ടില്ല. മമ്മ ഇതൊക്കെ ഫേക്കാന്ന് അത് പറഞ്ഞ് പുച്ഛിക്കാനാണ് അത് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് 2 പേരെയും കൂടെ ഞാൻ കിടക്കാൻ പറഞ്ഞു കേട്ടോ. ഒരുത്തൻ പാ വിരിച്ചപ്പോഴത്തേക്ക് വേറൊരുത്തൻ ഇതുപോലെ. ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ. എപ്പോൾ ആര് ഷീറ്റ് വിരിച്ചാലും ഇങ്ങനെ ഓടി അതിൻ്റെ നടുക്ക് കയറിയെങ്കിരിക്കും, അത് ബാക്കി സമ്മതിക്കാതിരിക്കാനായിട്ട്. പിന്നെ ഞാൻ 2 വഴക്ക് പറഞ്ഞു, കിടന്നുറങ്ങിയില്ലെങ്കിൽ വൈകുന്നേരം കളിക്കാനായിട്ട് പുറത്ത് വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ 2 പേരും ഉറങ്ങാനായിട്ട് പോവുകയാണ്. പക്ഷേ ഈ ഉറക്കം പിന്നീട് അങ്ങ് നിന്നു. കാരണം ആലൻ വന്നു. അപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ 2 പേർക്കും എനർജി എവിടുന്നാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. മര്യാദയ്ക്ക് ഉറങ്ങാൻ കിടന്ന 2 പേരും അവിടെ തുള്ളി തുള്ളി നിൽപ്പുണ്ട്. ആലനും എനിക്കും കൂടെയാണ് കേട്ടോ ഞാൻ ഒരുമിച്ച് അങ്ങ് എടുത്തത്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഞാനും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ അതെല്ലാം എടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് ജ്യൂസ് ഇരിക്കുന്ന കാര്യം ഞാൻ ഇവന്മാരുടെ അടുത്ത് പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം മൊത്തം കുടിച്ച് തീർക്കാൻ നിൽക്കും. അങ്ങനെ നൈസായിട്ട് അവിടെ കിടത്തിയിട്ട് ഞാനൊന്ന് ജ്യൂസ് ഒഴിച്ചതാണ്. പക്ഷേ കണ്ടുപിടിക്കപ്പെട്ടു. 2 പേരും വന്ന് എനിക്ക് ജ്യൂസ് എന്നും പറഞ്ഞ് നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ഇത് മൊത്തം കുടിച്ചിട്ടേ കിടക്കത്തുള്ളൂ. കുപ്പിയിൽ ഇത്രയെങ്കിലും ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് കൊണ്ടുപോകണം കണ്ടാൽ പിന്നെയും നിൽക്കും, ഇച്ചിരി കൂടെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞു. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. ബൈ.